ജമ്മു കാശ്മീരിലെ പഹൽഗാമിൽ വീണ ആ രക്തക്കറ ഇപ്പോഴും ഉണങ്ങിയിട്ടില്ല. അവിടുന്ന് കേട്ട ദീനരോദനം ഇപ്പോഴും നമ്മുടെ കാതുകളിൽ മുഴങ്ങുകയാണ്. അത് വീണത് വിദേശികളായാലും സ്വദേശികളായാലും എന്തായാലും മനുഷ്യരാണ് എന്നുള്ള രീതിയിൽ തന്നെ നമ്മളതിനെ കാണേണ്ടിയിരിക്കുന്നു. ജമ്മു കാശ്മീർ പോലുള്ള ഒരു പ്രദേശത്ത് ഇവിടെ ആർട്ടിക്കിൾ 370 കളഞ്ഞതിന് ശേഷം 2019 ആണല്ലോ അത് റദ്ദ് ചെയ്തത്. അതിനുശേഷം വളരെ സ്വതന്ത്രമായിട്ട് തന്നെ അവിടെ മുമ്പോട്ട് പോകുന്നു. അതുപോലെ തന്നെ വളരെ സുരക്ഷിതമായ ഇടം എന്നുള്ള രീതിയിൽ വിദേശികൾ ഉൾപ്പെടെയുള്ള ടൂറിസ്റ്റുകൾ അവിടെ പ്രവഹിച്ചു കൊണ്ടിരിക്കുകയാണ്. ഒരു വർഷം 2.5 കോടിയിലധികം ടൂറിസ്റ്റുകൾ അവിടെ എത്തുന്നുണ്ട് എന്നാണ് ഔദ്യോഗിക കണക്കുകൾ തന്നെ. അങ്ങനെയുള്ള ഇടങ്ങളിൽ നമുക്കറിയാം, ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിലൊക്കെ എപ്പോഴും അവിടുത്തെ പ്രാദേശിക പോലീസുകാരും അതുപോലെ തന്നെ ഈ ജമ്മു കാശ്മീർ പോലുള്ള ഒരു പ്രദേശത്താണെന്നുണ്ടെങ്കിൽ പട്ടാളവും വരെ വളരെ സുരക്ഷിതമായിട്ട് ഈ ടൂറിസ്റ്റുകൾക്ക് വലയം ഒരുക്കേണ്ടതാണ്. അങ്ങനെയുള്ള ഈ പ്രദേശത്ത് 26 പേരുടെ ജീവൻ നഷ്ടപ്പെടുമ്പോൾ, പ്രത്യേകിച്ച് ഈ പഹൽഗാം എന്ന് പറയുന്നത് അവിടെ ജനവാസമല്ല, മറിച്ച് ഉള്ളിലോട്ടുള്ള ടൂറിസ്റ്റ് കേന്ദ്രമായിട്ടാണ്. അവിടെ ടൂറിസ്റ്റുകൾ വരുന്നു, അവരെ കൊണ്ടെത്തിക്കുന്നു, അവരെ തിരിച്ചു കൊണ്ടുപോകുന്നു, ഇങ്ങനെയാണ് വരുന്നത്. അപ്പോൾ അവർക്ക് വേണ്ടതായ സുരക്ഷാ സംവിധാനം, നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കണം, ഇത് പാകിസ്ഥാൻ നോട്ടമിട്ടിരിക്കുന്നു എന്നുള്ളത് നമുക്ക് വളരെ കൃത്യമായിട്ടറിയാം, നാളുകൾക്ക് മുമ്പേ അറിയാവുന്നതാണ്. അതിൻ്റെ പേരിലാണ് ഉരസൽ നടന്നുകൊണ്ടിരിക്കുന്നതും നമ്മുടെ അതിർത്തികളിലൊക്കെ തന്നെ. പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം ജമ്മു കാശ്മീർ ഇത്രയും സ്വതന്ത്രമായി അവിടെ ലോക ടൂറിസം ഭൂപടത്തിൽ വലിയ സ്ഥാനവുമൊക്കെ നേടുമ്പോൾ അവർക്കത് സഹിക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണ്. വളരെ അസഹിഷ്ണുതയോടുകൂടിയും അസ്വസ്ഥതയോടും കൂടിയാണ് ജമ്മു കാശ്മീരിൻ്റെ വളർച്ചയിൽ പാകിസ്ഥാൻ മുമ്പോട്ട് പോകുന്നത്. ആ സാഹചര്യത്തിൽ ഈ ആർട്ടിക്കിൾ 370 റദ്ദ് ചെയ്തതുപോലെ തന്നെ നരേന്ദ്രമോദി സർക്കാർ ചെയ്യേണ്ടിയിരുന്ന ഒരു കാര്യം, കനത്ത സുരക്ഷാ വലയം അവിടെ എപ്പോഴും വേണമായിരുന്നു എന്നുള്ളതാണ്. അത് സർവകക്ഷി യോഗത്തിലൊക്കെ തന്നെ അതിശക്തമായി ഉയരുകയും ചെയ്തു. അത് ഏതൊരു സാധാരണക്കാരനും അത് മനസ്സിലാക്കാവുന്ന കാര്യമേ ഉള്ളൂ. അവിടെ അതീവ സുരക്ഷ അത്യാവശ്യമാണ്. നമ്മൾ ഒരു പ്രശ്നങ്ങളും ഇല്ലാത്ത ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിൽ പോലും അത്യാവശ്യത്തിനൊരു പോലീസ് എയ്ഡ് പോസ്റ്റ് ഒക്കെ ഉണ്ട്. ഇവിടെ ജമ്മുവിൽ തീർച്ചയായിട്ടും പട്ടാളത്തിൻ്റെ ഒരു നിയന്ത്രണം വരണം. ഈ പട്ടാളത്തെ ഒന്നും കണ്ടിട്ട് ടൂറിസ്റ്റുകളൊന്നും ഭയന്നു പോകത്തില്ല. അവരുടെ സുരക്ഷയ്ക്കാണ് ഇത് വന്നിരിക്കുന്നത്, ഈ പട്ടാളവും മറ്റ് പോലീസുകാരും എന്നുള്ളത് അവരെ ബോധ്യപ്പെടുത്തി കൊടുക്കുകയും വേണം. ഇപ്പോൾ ഈ ഭീകരാക്രമണം നടന്നപ്പോൾ നാട്ടുകാരാണ്, ആ സ്വദേശികളാണ് ഇവരെ രക്ഷപ്പെടുത്താനും ഇവർക്ക് വേണ്ട അത്യാവശ്യത്തിനുള്ള സഹായവും ആയിട്ട് അവിടെ എത്തുന്നത് എന്നുള്ളതാണ്. മറ്റു കാര്യങ്ങളെല്ലാം സമ്മതിച്ചു. അതായത് ജമ്മുവിന് വളർച്ചയുണ്ടായി, അവിടെ ടൂറിസം കേന്ദ്രമായി മാറുന്നു. ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നും വിദേശങ്ങളിൽ നിന്നും ടൂറിസ്റ്റുകൾ ലക്ഷക്കണക്കിന് വന്നുകൊണ്ടിരിക്കുന്നു. ഇതൊക്കെ ആ ഒരു ജമ്മു കാശ്മീരിൻ്റെ വളർച്ചയെ കാണിക്കുന്നത് തന്നെയാണ്. അവരുടെ സമ്പദ്ഘടനയിൽ മാറ്റം വന്നു, അവരുടെ ജീവിത നിലവാരത്തിൽ മാറ്റം വന്നു. ഇതൊക്കെ നല്ലതാണ്. പക്ഷേ അതിനനുസൃതമായിട്ട് അവിടെ വേണ്ട നിയമസംരക്ഷണം, വേണ്ട തരത്തിൽ സുരക്ഷാ സംവിധാനത്തിൽ പാളിച്ചയുണ്ടായോ എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. സുരക്ഷാ സംവിധാനത്തിലെ പാളിച്ച എന്ന് പറയുമ്പോൾ ഇത് അതീവ ജാഗ്രതയോടുകൂടി നിൽക്കേണ്ട പ്രദേശമാണ് എന്നുള്ളത് നമ്മുടെ ഇന്ത്യൻ സേനയ്ക്കും അറിയാവുന്ന കാര്യമാണ്. ഈ പഹൽഗാം പോലുള്ള പ്രദേശങ്ങളിൽ ഏത് ഭാഗത്ത് നിന്ന് ഇവർ നുഴഞ്ഞു കയറി വന്നു എന്നുള്ളത് മനസ്സിലാക്കാനുള്ള സംവിധാനത്തിൽ വീഴ്ച പറ്റിയോ, ഇക്കാര്യത്തിലാണ് ഇനിയിപ്പോൾ മോദി സർക്കാർ വിശദീകരണം നൽകേണ്ടത്. അത് വളരെ പ്രധാനപ്പെട്ട കാര്യവുമാണ്. കാരണം ഇനിയും ഇവിടം ടൂറിസ്റ്റ് കേന്ദ്രമായിട്ട് ഉയരണം, ഇതിനി ഉണരണം.
അല്ലെന്നുണ്ടെങ്കിൽ ഈ ആർട്ടിക്കിൾ 370 റദ്ദ് ചെയ്തത് കൊണ്ട് ഒരു പ്രയോജനവും ഇല്ലാതാകുകയാണ്. ഇന്ന് ഇപ്പോൾ ഇവിടെ വെച്ച് ഈ ടൂറിസം കേന്ദ്രത്തിൻ്റെ ഈ തിരശ്ശീല അവിടെ വീഴുകയാണെന്നുണ്ടെങ്കിൽ കാശ്മീർ പിന്നെയും പഴയതുപോലെയാകും. ആർട്ടിക്കിൾ 370 റദ്ദ് ചെയ്തതെന്ന് മാത്രമാകും. ഈ ഭീകരരുടെ മുന്നിൽ മുട്ടുകുത്തി കൊടുത്തു എന്നുള്ള രീതിയിൽ തന്നെയാകും. അതുകൊണ്ട് ഇതിനെ പൂർവ്വസ്ഥിതിയിൽ എത്തിക്കണം. ഏതാനും ആഴ്ചകളോ മാസങ്ങൾക്ക് ശേഷം പൂർവ്വസ്ഥിതിയിൽ എത്തിച്ച് ഇനിയും ടൂറിസ്റ്റുകൾ ഇതിലിരട്ടിയുമായിട്ട് വരാൻ കഴിയുമ്പോൾ ഈ ഭീകരാക്രമണം നടത്തിയവരെയും അതിന് പിന്നിൽ പ്രവർത്തിച്ചവരോടും തക്കതായ ഒരു മറുപടി കൊടുക്കുകയാണ് വേണ്ടത്. അതിനുവേണ്ടിയാണ് നമ്മുടെ രാജ്യത്ത് സർക്കാർ ഭരണകർത്താക്കൾ ഉണരേണ്ടത്. ആ തരത്തിൽ കാര്യങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോവുകയാണ് വേണ്ടത്. അതീവ സുരക്ഷാ മേഖലയായിട്ട് ഇതിനെ കണക്കിലെടുത്തുകൊണ്ട് തന്നെ അതിശക്തമായ നിയന്ത്രണത്തോടുകൂടി തന്നെ ടൂറിസ്റ്റുകളെ ഇങ്ങോട്ടേക്ക് എത്തിക്കുക. അങ്ങനെ എത്തുമ്പോൾ ഇതിനകത്ത് ഇവിടെ ഇപ്പോൾ രാജ്യത്ത് നമുക്കറിയാം പല വിധത്തിലുള്ള ഈ സമുദായത്തെ ന്യൂനപക്ഷത്തെ പ്രീണിപ്പിക്കുന്ന തരത്തിൽ ചില ചാനൽ ചർച്ചകൾ നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ ചില പാർട്ടിയുടെ നേതാക്കന്മാർ ഈ ന്യൂനപക്ഷ പ്രീണനം നടത്തുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അതൊക്കെ തന്നെ ഒഴിവാക്കി ഈ പൊതുശത്രുവിനെ നേരിടുന്നതിന് വേണ്ടി രാജ്യം ഒറ്റക്കെട്ടായി മാറേണ്ടതാണ് ഈ അവസരത്തിൽ ഉണ്ടാകുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം. അതിനുവേണ്ടി മുമ്പോട്ട് വയ്ക്കേണ്ടത് പ്രതിപക്ഷമായാലും വളരെ പ്രധാനപ്പെട്ട നിർദ്ദേശങ്ങളാണ് മുമ്പോട്ട് വയ്ക്കേണ്ടത്. അല്ലാതെ ഈ അവസരത്തിൽ ഈ പുരയ്ക്ക് തീ പിടിക്കുമ്പോൾ വാഴ വെട്ടുന്ന ഒരു പരിപാടി ഉണ്ടല്ലോ, അതല്ല ഇവിടുത്തെ പ്രതിപക്ഷം ചെയ്യേണ്ടത്. മറിച്ച് ക്രിയേറ്റീവായിട്ടുള്ള നിർദ്ദേശങ്ങൾ മുമ്പോട്ട് വയ്ക്കുക. എങ്ങനെ ഇവിടെ സുരക്ഷാ വീഴ്ച ഉണ്ടായോ, പാളിച്ച ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഇനി ഇത് ആവർത്തിക്കാതിരിക്കാൻ ഏത് തരത്തിലുള്ള കാര്യങ്ങളാണ് എന്നുള്ള നിർദ്ദേശങ്ങൾ മുമ്പോട്ട് വെച്ച് പോവുകയാണെന്നുണ്ടെങ്കിൽ ഈ കാശ്മീരിനെ ഇനിയും നമുക്ക് കൂടുതൽ ഫലപ്രദമായിട്ട് മുമ്പോട്ട് കൊണ്ടുപോകാൻ കഴിയും എന്നാണ് നമ്മൾ അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. അത് ഈ കഴിഞ്ഞ ഏറെ നാളുകളായി ഭീകരാക്രമണം കുറഞ്ഞു വരികയും കാശ്മീര് മുഖ്യധാരയിലേക്ക് വരികയും ചെയ്തു എന്നുള്ളത് നമുക്ക് കൃത്യമായി അറിയാവുന്ന കാര്യമാണ്. അതുകൊണ്ട് ഇനി ഇത്തരത്തിലുള്ള സുരക്ഷാ വീഴ്ച ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല എന്നതാണ്.